S25 Ultra. My God. ഇതെങ്ങനെ തുറക്കണേ? ചിക്കൻ, എഗ്ഗ് എല്ലാം ഉള്ള നല്ല ഹെൽത്തി സാലഡാണ്. പിന്നെ പുറത്തുനിന്നുള്ളതായതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കണ അത്രയും ഹെൽത്തി ആയിരിക്കില്ല കേട്ടോ. കുഞ്ഞൻ ഇത് ക്യൂട്ടാട്ടോ. ഭയങ്കര തണുപ്പാട്ടോ. -9 ഹലോ ഗായ്സ്, ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നുമില്ല. ഇന്ന് ഞങ്ങൾ പുറത്തൊന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. എ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഇന്ന് ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ വൈറ്റ് കാസിലാണ് പോകുന്നത്. ഈ കാണുന്നതാണ് വൈറ്റ് കാസിൽ. ഇവിടെ കിട്ടുന്നത് ചെറിയ ബർഗറൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് മക്ഡൊണാൾഡ്സിലും ബർഗർ കിങ്ങിലും ഉള്ള പോലെയുള്ള ബർഗർ, പക്ഷെ അതിന് വലിപ്പം കുറവായിരിക്കും. നല്ല ടേസ്റ്റുള്ള ബർഗേഴ്സാണ് ഇവിടുത്തെ. ക്യൂട്ട് ബർഗേഴ്സാണ്. നമുക്ക് ഇവിടുന്ന് പാക്ക് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കുഞ്ഞ് സ്മോൾ ബർഗേഴ്സാണ്. അതിന് സ്ലൈഡേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് 30 എണ്ണം നമുക്ക് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാം. ഇത് 100ൻ്റെ ഒരു ബോക്സാണ്. പിന്നെ അല്ലെങ്കിൽ ഇവർക്ക് 20യുടെ വേറൊരു ബോക്സും കൂടെ ഉണ്ട്. നമ്മളിതൊന്നും വാങ്ങിക്കുന്നില്ല. നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്കിത് എടുക്കാം. സ്മോൾ ബർഗേഴ്സാണ്. അത് നമുക്ക് സ്നാക്സായിട്ട് കഴിക്കാം. നമ്മുടെ ഓർഡർ കിട്ടി, ഇനി കഴിക്കാം. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ഒണിയൻ ഡ്രിങ്ക്സാണിത്. ഇതാണിത് ബർഗർ. ഇത് സ്മോൾ ആണത്. ഇവിടുത്തെ ബർഗർ ഇങ്ങനത്തെയാണ്, വെരി സ്മോള്. നമുക്ക് കഴിക്കാനായിട്ട് വെരി ഈസിയാണത്. ബ്ലാക്ക് കോഫിയാണ് തരുന്നത്. നമ്മൾ വന്നിട്ട് ഷുഗറും അതിൻ്റെ ക്രീമറും വേറെ അവർ തരുവാണ്. നമ്മളാണത് മിക്സ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇതൊരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങളുടെ. കുഞ്ഞൻ ഇത് ക്യൂട്ടാട്ടോ. നല്ല സോഫ്റ്റുമാണ്. സൂപ്പറാണ്. ഒത്തിരി കാലറി ഒന്നുമില്ല. ഇതൊരു ലോ കാലറി സംഭവമാണ്. നമ്മൾ മറ്റേ ബർഗറൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് കൂടിയല്ലേ. ഇതാകുമ്പോൾ ലോ ആണ്. നല്ല ടേസ്റ്റ്. ഓണിയൻ ഡ്രിങ്ക്സ് അടിപൊളിയാട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓണിയൻ ഡ്രിങ്ക്സ് നല്ല ക്രിസ്പിയാണ്. പിള്ളേർക്ക് തന്നെ നല്ലതാണല്ലേ. ചെറുതാ. ലോ കാലറി ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ ഒരെണ്ണം കഴിച്ചാൽ മതി. ഇത് കണ്ടോ, $5 സ്ലാപ്പി ജോ ഉണ്ട്. അപ്പം ഞാൻ ഈ സ്ലാപ്പി ജോയുടെ ഒരു റെസിപ്പി പിന്നെ ഇടാന്ന് ഓർത്തോണ്ടായിരിക്കണേ. ഈ മാളിലാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഇതാണ് ന്യൂജേഴ്സിയിലെ പരാമസിലുള്ള പനാമസ് പാർക്ക് മാള്. ഇവിടെ നല്ല സ്പേഷ്യസാണ്. നമുക്ക് നടക്കാനും. എനിക്കിവിടുത്തെ ഷോപ്പിംഗ് ഏറ്റവും ഇഷ്ടം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ മാളിലൊക്കെ വന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മസാജ് സെൻ്റർ ഉണ്ട്. ഇവിടെ ഇരുന്ന് മസാജ് ചെയ്യുക. ഇതാണ് മേസീസ്. ഇതുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെയുള്ള ഓഫറൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഓഫറിലൊക്കെയാണ് ഞങ്ങൾ എടുക്കണേ, അല്ലെങ്കിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു കുഞ്ഞു പട്ടീനെയും കൊണ്ട് ഒരു സ്ത്രീ വന്നേക്കണുണ്ടോ. ഇവരുടെ പെറ്റ് ഇവർക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവും പെറ്റ്. ഇതെല്ലാം ഇങ്ങനെ കൂട്ടിയൊക്കെ ഇട്ടേക്കോ. നമ്മൾ ഈ ഓഫറാകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തിരഞ്ഞെടുക്കണം നമുക്ക്. ഇത് ഷൂവിൻ്റെ സെക്ഷൻ, ഷർട്ട്, ഇതെല്ലാം മെൻസ് സെക്ഷനാണ്. സൂട്ടുകൾ, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊക്കെ കിടക്കുന്നുണ്ട് സൂട്ടിൽ. നല്ല കട്ടിയുള്ള സ്വെറ്ററുകൾ, തണുപ്പത്തിടുന്ന ജാക്കറ്റുകൾ. ബാഗുകളുടെ ഒരു വലിയ സെക്ഷൻ.
തന്നെയുണ്ട്. വില നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. പിന്നെ ഡയമണ്ടുകളാണെങ്കിൽ അതങ്ങനെ നല്ല വിലയുടെ സാധനങ്ങളാണ്. ഓഫറൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല വിലയാണെന്നു. ബാഗൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലോ. നമ്മൾ ഈ എയറോപോസ്റ്റ് എന്ന് പറയുന്ന ഈ കടയിലേക്കാണ് പോകുന്നത്. എവിടെയാണെങ്കിൽ നല്ല സെലക്ഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നു. സ്വെറ്റ് പാൻസിൻ്റെ വില വലിയ കുഴപ്പമില്ല, ഓഫറൊക്കെ ഉണ്ട്. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പോവുക. തണുപ്പിനുള്ള പാൻസൊക്കെ കിട്ടി. ഓക്കെ, ഇത് ഇവിടെ വിലക്കുറവിൻ്റെ കടകളൊക്കെ ഉണ്ട്. ഏത് സാധനം എടുത്താലും 899 ഉണ്ടോ. നമ്മൾ ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കാറ്. എങ്കിലും വന്ന് ഇവിടെ ഇരുന്ന് ചെസ്സ് കളിക്കാം മാളിൻ്റെ ഉള്ളിലായിട്ട്. ഇതൊക്കെ ഇപ്പം നാട്ടിലൊക്കെ തന്നെയുണ്ട്. ലുലു മാളിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആയത് കാരണം എന്തേ മാളിൻ്റെ നടുക്ക് തന്നെ വലിയൊരു ലവ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ആളുകൾ അതിൻ്റെ മുമ്പിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഫുഡ് കോർട്ട്. അവിടെ പോയി നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാം. ഇവിടെ ഒരു ജ്യൂസിൻ്റെ ബാറൊക്കെ ഉണ്ട്. മുകളിലേക്ക് പോകുക, അവിടെയാണ് ഈ ഫുഡ് കോർട്ട്. ആളുകളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ. ഇതിവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു സംഭവമൊക്കെ ഇതിൻ്റെ നടുക്കുണ്ട്. കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്നു. പേരൻസ് ഇവിടെ ഇരുന്നിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അവർ ഫുഡ് കഴിക്കുന്നു. ഇവിടെ ചിക്ക്-ഫിലെ ഉണ്ട്. ചിക്ക്-ഫിലെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അത് ഇച്ചിരി സ്പൈസി ഒക്കെയാണ്. മിക്കവാറും നമുക്ക് ചിക്ക്-ഫിലെ കഴിക്കാം. ഇത് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കോംബോ സാലഡ് സെലക്ട് ചെയ്യാമെന്ന് ഓർത്തു. കോംബോ സാലഡിൽ നഗറ്റ്സ്, ഗ്രീൻസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ സാലഡിൽ 40 കാലറിയാണ്. ഞാനതിനൊരു ഡ്രസ്സിങ് ചൂസ് ചെയ്തേക്കണേ അവക്കാഡോ ലൈം റാഞ്ചാണ്. നമ്മുടെ ഓർഡർ ചെയ്ത സാധനമൊക്കെ കിട്ടി. ഇതാണ് നമ്മുടെ സാലഡ്. അവക്കാഡോ ലൈമിൻ്റെ ഡ്രസ്സിങ്. ഞാൻ തുറക്കാതെ ഇതിൻ്റെ ഡ്രസ്സിങ്ങും അതിൻ്റെ മുകളിലിടാനുള്ള ഒരു ഓണിയൻസും ഉണ്ട്. അതതിൻ്റെ മുകളിലിട്ടിട്ട് ഡ്രസ്സിങ്ങും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പിനേഷനായി. ഇതാണ് അവക്കാഡോ ഡ്രസ്സിങ്. അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് മൊത്തം പ്രോട്ടീൻ എല്ലാം കൂടുതലുണ്ട്. ചിക്കൻ, എഗ്ഗ് എല്ലാം ഉള്ള നല്ല ഹെൽത്തി സാലഡാണ്. പിന്നെ പുറത്തുനിന്നുള്ളതായതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കണ അത്രയും ഹെൽത്തി ആയിരിക്കില്ല കേട്ടോ. പ്രോട്ടീനുണ്ട്. അതാ എങ്ങനെയുണ്ട് സാലഡ്? സൂപ്പറായിട്ടുണ്ടോ? അധികം ഇലയാണ്. ഗ്രീൻ സാലഡാണ്. അത് ചിക്കൻ ഉണ്ടെന്നും മുട്ടയൊക്കെ ഉണ്ട്. ഈ ഒരു പാക്കറ്റ് ആമസോണിൽ ഓർഡർ ചെയ്തായിരുന്നോ? തുറന്നു നോക്കാം. സർപ്രൈസ്.
നോക്കട്ടെ. S25 Ultra. My God. എങ്ങനെ തുറക്കണേ? അത് സൈഡ് കട്ടി. അപ്പൊ ഇതാണ് സാംസങ്ങിന്റെ പുതിയ S25 Ultra. ഇതിപ്പോ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് പ്രീ ഓർഡർ ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. ഈ 3-ാം തീയതി വരെ എങ്ങാണ്ട് ഉള്ളൂ. അത് ഓർഡർ ചെയ്ത് നമുക്ക് നമ്മുടെ പഴയ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വിലക്കുറവിന് കിട്ടും. ഇതിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു ഇതിനെ പറ്റിയൊക്കെ. അപ്പൊ ഇതിന് നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും സൗണ്ട് ഇറേസ് ചെയ്ത് കളയാനൊക്കെ പറ്റും. അപ്പൊ ഇത് എനിക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആണ് ഇന്ന് കിട്ടിയത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.